ഹായ് ഫ്രണ്ട്സ്, ആടുജീവിതം കണ്ട് പുറത്തിറങ്ങിയിരിക്കുകയാണ്. അതിഗംഭീര മൂവി. അടുത്ത കാലത്തല്ല, കുറച്ച് കാലങ്ങളായിട്ട് കണ്ടതിൽ വെച്ച് ഇന്ത്യൻ സിനിമയിൽ ബെസ്റ്റ് മൂവി, ലോക സിനിമയിൽ ഒരു വലിയ മൂവി തന്നെ ആവാൻ പോകുന്നതിൽ യാതൊരു സംശയമില്ല. ഡയറക്ഷൻ ആയാലും അതുപോലെ തന്നെ പെർഫോമൻസ് ആയാലും ക്യാമറ, BGM, അതുപോലെ തന്നെ A to Z എല്ലാ മേഖലകളിലും 100% നീതി പുലർത്തിയ ഒരു ഫിലിമാണ്. അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. രാജേട്ടൻ ഇതിൽ ജീവിക്കുകയാണ്. പിന്നെ ബ്ലസ്സിയുടെ 16 വർഷത്തെ ആ എഫേർട്ട് ശരിക്കും അത് നമുക്ക് എന്താ പറയുക 100% നമുക്ക് ഹൃദയത്തോട് തട്ടി പറയാൻ പറ്റും. അതിഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാ പടങ്ങളും നമ്മൾ കാണുന്നതാണ്, പക്ഷെ ഈ പടത്തിന് നിങ്ങൾ ഇട്ട എഫേർട്ട് അത് ഗംഭീരം. ഞാൻ റിസൾട്ട് തന്നെയാണിത്. പിന്നെ രാജേട്ടൻ്റെ ഒരു എഫേർട്ട് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. പടത്തിന്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാം. സർവൈവലാണ്, രക്ഷപ്പെടുന്ന ഒരു മൂവിയാണ്. ക്ലൈമാക്സിലൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചിരിക്കും പടച്ചോനെ എന്ന് പറഞ്ഞിട്ട്. പിന്നെ പടച്ചോന്റെ ഒരു നിയോഗമാണ് നജീബിനെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പടച്ചോൻ നിയോഗിച്ചുള്ളത്. അതിൽ സംശയമില്ല. കാരണം മറ്റുള്ളവർക്ക് അത് പലതും പറ്റുന്നില്ല. അതിട്ട് എഫേർട്ട് കാര്യങ്ങളൊക്കെ. പ്രത്യേകിച്ച് ഈ തിയേറ്ററിൽ ഞാൻ പടം കാണുന്ന സമയത്ത് വെള്ളം ഇടയ്ക്കിടെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു തുള്ളി വെള്ളം കിട്ടാണ്ട് ചുണ്ടത്ത് വെള്ളം കുറ്റിച്ചു കൊടുക്കുന്ന ഒരു സീനൊക്കെ ഉണ്ട്. എനിക്ക് ഭയങ്കര കണക്റ്റായി. കാരണം ഞാൻ ഈ തിയേറ്ററിൽ AC ആയാലും ഞാൻ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വെള്ളത്തിന്റെ ഒക്കെ ഒരു വാല്യൂ നമ്മൾ അറിയുന്നത് ഭയങ്കരമായിട്ട് ഫീൽ. പിന്നെ ഇവർക്ക് ഉണ്ടാവുന്ന മനുഷ്യരുടെ നിന്ന് മാത്രമല്ല, പൃഥ്വിരാജിന് ഉണ്ടാവുന്ന അവിടുത്തെ മരുഭൂമിയിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ്, കഴുകൻ്റെന്നായാലും പല അവിടെ പാമ്പുകളിലായാലും ചുഴലിക്കാറ്റായാലും ഉണ്ടാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ അതിജീവിക്കാൻ നജീബിന്റെ ഒപ്പം പടച്ചോൻ കട്ടയ്ക്ക് നിന്നിട്ടുണ്ട്. അത് സ്ക്രീനിൽ കൊണ്ടുവന്നത് ഒന്നും പറയാനില്ല. പിന്നെ അമനാപ്പോണ്ട പെർഫോമൻസിൽ എല്ലാവരും നന്നായിട്ടുണ്ട്. അവളൊപ്പം ഉണ്ടായിരുന്ന ഒരു പയ്യുണ്ട്, അവർ ഒരുമിച്ചാണ് ഇവിടെ വരുന്നത്. അവന്റെ പെർഫോമൻസ് കിടുവാണ്. പിന്നെ അറബിയുടെ പെർഫോമൻസ്, പിന്നെ ക്ലൈമാക്സിൽ വരുന്ന മലബാർ ഹോട്ടലിലെ ചേട്ടൻ. പിന്നെ പൃഥ്വിരാജ് പറയുന്ന കാര്യങ്ങൾ പടത്തിൽ അവിടുത്തെ 3-4 വർഷത്തിനേക്കാളും ബുദ്ധിമുട്ടായിരുന്നു. ജയിലിലെ 3 വർഷത്തൊക്കെ ബുദ്ധിമുട്ട് കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നതൊക്കെ ശരിക്കും നമ്മുടെ മനസ്സിൽ തട്ടുന്ന ഒരു സീനുണ്ട്. പ്രവാസികൾ പണ്ടൊക്കെ നമ്മൾ ഗൾഫിൽ പോയിട്ട് അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് പേരുടെ കഥയാണ് ക്ലൈമാക്സിൽ എഴുതി കാണിക്കുന്നുണ്ട്. എന്താ പറയാനില്ല, അതിഗംഭീരമാണ്. പോയി ടിക്കറ്റ് എടുക്കുന്നത് നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടുന്ന മൂവി. എല്ലാ മേഖലയിലും 100% നീതി പുലർത്തിയ മൂവിയാണ്. വേറെ കൂടുതലൊന്നും പറയാനില്ല. പിന്നെ അവിടെ കുറച്ച് കണക്ട് ആയി എനിക്ക് കുറച്ച് ഭാഗങ്ങളുണ്ട്. ഒരു ആടായിട്ടുള്ളൊരു ഇമോഷൻ സീന് കാണിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കഥ പറയുന്നില്ല. ആട് അവൻ ആരും ഇല്ലല്ലോ സ്നേഹിക്കാൻ, അതായിട്ടുള്ള കെട്ടിപ്പിടിച്ചിട്ടുള്ള സീൻ കാണിക്കുന്നുണ്ട്. അതിനുണ്ട് ഒരു സിറ്റുവേഷനും ഉണ്ട്. അത് ഗംഭീരമാണ്. പിന്നെ താടി ഒരു കുറെ ആൾ ദിവസങ്ങളൊന്നും കഴിഞ്ഞു പോകുന്നത് അറിയുന്നില്ല. അത് താടി വളർന്നിട്ടുള്ള ഒരു സീൻ കാണിക്കുന്നുണ്ട്. അതിലുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആൾക്ക് ഇങ്ങനെ എത്ര നാളായി ഞാനിവിടെ വന്നിട്ട് എന്നൊക്കെ പറയുന്ന ഒരു സീനുണ്ട്. അതുപോലെ ക്ലൈമാക്സ് ഭാഗത്തുള്ള 1-2 ഗംഭീര സീനുകളുണ്ട്. അത് എടുത്തു പറയാണ്ടിരിക്കുക. പിന്നെ അറബിയുടെ സീൻ, ഇവര് തമ്മിലുള്ള ഇമോഷൻ സീനുകൾ, അതൊക്കെ അതിഗംഭീരാണ്. കുറേ കാര്യങ്ങൾ നമുക്ക് കണക്റ്റഡ് ആവുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. 3 മണിക്കൂർ പടം ഉണ്ടെങ്കിൽ കൂടി 1 മിനിറ്റ് പോലും ബോറടിപ്പിക്കാതെ നമുക്ക് കറക്റ്റായിട്ട് എന്താ പറയുക എൻഗേജിങ് ആയിട്ട് ചെയ്യുന്ന ഒരു പടം. സ്ലോ ബേസ്ഡ് ആണെന്ന് നമ്മൾ അറിയ പോലില്ല. ഞാൻ നോവൽ വായിച്ചുള്ള ആളാണ്. ഈ നോവൽ 2 പ്രാവശ്യം വായിച്ചുള്ള ആളാണ്. ഈ നോവലില് പറഞ്ഞ കാര്യങ്ങൾ 70% ഈ പടത്തിൽ വന്നിട്ടുണ്ട്. 30% കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. അത് ഫിലിമാണ്. ബാക്കി എല്ലാം 100% പക്കയാണ്. പൃഥ്വിരാജ് വേറെ ലെവൽ. ഞാൻ ഇപ്പൊ അടുത്ത കാലത്ത് ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് വേറെ നടൻ്റെ കണ്ടിട്ടില്ല. ഈ ക്യാരക്ടർ അങ്ങനെയാണ്, പക്ഷെ അതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് കാര്യങ്ങളൊക്കെ നമുക്കത് ശരിക്കത് ഫീൽ ചെയ്യാവുന്ന രീതിയിൽ തന്നെ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുകൾ, രക്ഷയില്ലാത്ത പാട്ടുകൾ. പിന്നെ കുട്ടനാട് ആലപ്പുഴയുടെ ഭംഗി നല്ല രീതിയിൽ എടുത്ത് കാണിച്ചിട്ടുണ്ട് പടത്തില് എല്ലാ ഭാഗങ്ങളും. പിന്നെ കഴുകന്റെ സീനുണ്ട്. ഒരു ഇവന്റെ അവിടെ ഉണ്ടായിരുന്ന മുമ്പ് ഉണ്ടായിരുന്ന ആള് മരിച്ചിട്ട് കഴുകൻ കുത്തിപ്പറിക്കുന്ന സീനുണ്ട്. ഒന്നും പറയാനില്ല. കുറെ സംഭവങ്ങളുണ്ട്. ആൾ അനുഭവിക്കുന്ന പീഡനങ്ങൾ അറബികളിലേന്ന് മാത്രമല്ല, അറബികൾ അടിക്കുന്ന പീഡനങ്ങളൊക്കെ നമുക്ക് മനസ്സിലിങ്ങനെ തട്ടും. നമ്മൾക്ക് എന്തെങ്കിലും എൻ്റെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചടിക്കാൻ തോന്നും. ആ രീതിയിൽ നമ്മുടെ മനസ്സിൽ കിട്ടുന്ന സാധനങ്ങൾ. പിന്നെ കണ്ണിന്ന് ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ ഭയങ്കര ഇമോഷണലി കണക്ട് ആയ ഒരു സീനുണ്ട്. തിരിച്ചു പോകുന്ന സമയത്ത് എല്ലാവരും ടൈപ്പ് റെക്കോർഡറും സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന സമയത്ത് എൻ്റെ മകന് കൊടുക്കുക. എൻ്റെ മോളാന്നൊക്കെ അറിയുന്നില്ല ആള്. പിന്നെ അതിലെ കുറച്ച് കാര്യങ്ങളൊന്നും ഈ പടത്തിൽ വന്നിട്ടില്ല കേട്ടോ. എന്ത് കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നൊരു സീനുണ്ട്. അപ്പോൾ ഒരുപാട് പ്രവാസികളുടെ കഥയാണെന്ന് പറയുന്നുണ്ട്. പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരു ഡീറ്റെയിൽ വീഡിയോ എനിക്ക് ഇതിനെ കുറിച്ച് ചെയ്യാനുണ്ട്. പടം എല്ലാവരും കാണുക. മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ മൂവി. ഒരു ഓസ്കാറൊക്കെ കിട്ടട്ടെ അവിടെ ഇൻഡസ്ട്രിക്ക്. രാജേട്ടൻ ലവ് യു, ബ്ലസ്സി ലവ് യു. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. മുകേഷ് ഒരു ഡീറ്റെയിൽ വീഡിയോ എനിക്ക് ചെയ്യാനുണ്ടാവും, ഞാൻ ചെയ്യും. ഓക്കെ ബൈ. പടം എല്ലാവരും കാണുക.